വൈശാലിയോ? മലയാള ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിലൂടെ തൻ്റെതായ അഭിനയ മികവ് കാഴ്ചവെച്ച് ഓരോ മലയാളി പ്രേക്ഷകന്റെയും നെഞ്ചത്തേക്ക് ഇടിച്ചു കയറിയ താരവസന്തം, താരറാണി രേണു സുധി. ചുമന്ന സാരിയിലുള്ള ഒരു വൈറൽ ഫോട്ടോഷൂട്ടൊക്കെ ഈ അടുത്തുണ്ടായിരുന്നു. അങ്ങ് അമേരിക്കയിലിരിക്കുന്ന ചെറുപ്പക്കാർ പോലും വീണ്ടും വീണ്ടും ആ ഫോട്ടോകൾ കണ്ട് കോരി തരിച്ചുകൊണ്ടിരിക്കുകയാണ്. രേണു സുധി, കേരള സർക്കാരിനോട് എൻ്റെ ഒരു അപേക്ഷ, പറ്റുമെങ്കിൽ രേണു സുധിക്ക് നിങ്ങളൊരു അവാർഡ് കൊടുക്കണം. സ്വന്തം ഭർത്താവ് മരിച്ചതിന് ശേഷവും ഇത്രയും അധികം സ്വന്തം ഭർത്താവിന്റെ പേര് പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഒരു സ്ത്രീ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിന് കേരളത്തിൽ, ഈ ലോകത്തുണ്ടാവില്ല. എവിടെ ചെന്നാലും സുധി 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 സുധി. എനിക്ക് തോന്നുന്നു കുഴിയിൽ കിടക്കുന്ന ആ മനുഷ്യൻ ഇങ്ങനെ എണീറ്റ് വരും ഈ ഒരു സ്ത്രീയുടെ വിളി കേട്ട്. അതുപോലെയാണ് എവിടെ ചെന്നാലും സുധി. എൻ്റെ രേണു സുധി. പോട്ടെ, അതെല്ലാം പോട്ടെ. നമ്മുടെ സുധിച്ചേട്ടൻ്റെ മകൻ്റെ ഒരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനലിൽ. ആ ഒരു ചാനലിൽ വന്ന ഒരു പുതിയ വീഡിയോ, അത് ഞാനൊന്ന് കാണാൻ ഇടയായി. അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, അതുകൂടാതെ ഇന്ന് രാവിലെ രേണു സുധിയുടെ ഒരു പുതിയ സിനിമയുടെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു എറണാകുളത്ത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ തരിക. ഇനി പറഞ്ഞ കാര്യം, കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ, ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പോയി നോക്കി. ഒരുപാട് ആളുകൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. തെറി വിളിക്കുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, പോട്ടെ, അവരുടെ ആ ഒരു സാധനം പറഞ്ഞിട്ട് അവർ പോകുന്നു. പക്ഷേ മെയിനായിട്ട് കുറച്ച് പോയിന്റുകൾ എടുത്ത് പറയുന്ന ആളുകളുണ്ട്. അവരുടെ കമൻറ്റുകൾ, ഒരു 2-3 കമൻറ്റുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കും. അതിനു മുമ്പ് കിച്ചുവിൻ്റെ വീഡിയോ, അതിൻ്റെ സ്റ്റാർട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കിച്ചു ഈ നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചു കൊടുത്ത ആ ഒരു വീടുണ്ടല്ലോ, രേണു സുധിയും ഇളയ മകനും ഒക്കെ താമസിക്കുന്ന ആ ഒരു വീട്, അവർ മാത്രമൊന്നും അല്ല കേട്ടോ. എനിക്കൊന്നും രേണുവിന്റെ കുടുംബക്കാർ മൊത്തം ആ വീട്ടിലാണ് എന്തായാലും താമസിക്കുന്നത്. ഇവർക്ക് വേറെ വീടും കൂടിയൊന്നും ഇല്ലേടേ. എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്ന കാര്യമല്ല, ലൈക്ക് നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല. അവരാരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിച്ചോട്ടെ. പക്ഷേ ഈ ഒരു പയ്യൻ, ഈ ഒരു സുധിയുടെ ആദ്യത്തെ മകൻ ആ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവനൊരു ആ ഒരു കുടുംബത്തിലെ ഒരു അംഗമല്ലാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി അവനോട് ചെന്നിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അവരുടെ ആ ഒരു കുടുംബത്തിലുള്ള ആളുകളുടെ ഒരു റിയാക്ഷനൊക്കെ ചെന്ന് കയറുമ്പോൾ ഉള്ളൊരു മൈൻഡൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് വലിയ പുറത്ത് ആ ഒരു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ആ ഒരു വീഡിയോയുടെ തുടക്കം നിങ്ങൾ കാണുക. അതിനകത്തെ മെയിൻ ഒരു പോർഷൻ ഉണ്ട്. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അതുകൂടെ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഞാൻ ആ ഒരു പോർഷൻ കാണിക്കില്ല, കാരണം അതിനകത്ത് ആ ഒരു ഇളയ പയ്യനൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞെട്ടിപ്പോയി ഞാൻ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക്. കാരണം രേണു സുധി സുധിച്ചേട്ടന്റെ അവാർഡുകളൊക്കെ കെട്ടിലിന്റെ അടിയിലെടുത്ത് തട്ടിയിട്ട് രേണുവിന് കിട്ടിയ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചതും മറ്റേ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചേക്കുന്നത് ആളുകളൊക്കെ അത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. രേണു എടുത്ത് തട്ടിക്കോ സുധിച്ചേട്ടന്റെ അവാർഡൊക്കെ, പക്ഷെ 1-2 ഒക്കെ മേശപ്പുറത്ത് വെക്കാം താങ്കളുടെ മികപ്പെട്ട അവാർഡുകളുടെ കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കാരണം ആ വ്യക്തി ഉള്ളതുകൊണ്ടാണ് നീ എന്നുള്ളത് ഈ അവാർഡൊക്കെ കിട്ടിയത്, ഇല്ലെങ്കിൽ നീ ഒരു ഇല്ല. എന്താണെങ്കിലും കിച്ചുവിന്റെ ഈ ഒരു വീഡിയോയുടെ തുടക്കം നമുക്കൊന്ന് കാണാം. ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഋതപ്പനെ കാണാനായിട്ടുള്ളൊരു പരിപാടിയാണ്. മൈക്കെടുത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ, ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഒരു നീണ്ട യാത്ര പോകാൻ പോകുന്നു, കോട്ടയം വരെ. അപ്പം സൗണ്ടിൻ്റെ ചെറിയ കുഴപ്പം കാണും, കാരണം മൈക്കിൻ്റെ OTG എടുത്തില്ല. ഞങ്ങൾ OTG എടുത്തിട്ട് ബാക്കി വീഡിയോ റെക്കോർഡ് ചെയ്യാം. ബാക്കി പോകുന്ന വഴികളെല്ലാം കാണിച്ചു തരാം. നീണ്ട പ്രയാണങ്ങൾ. ആ 47 കിലോമീറ്റർ. അപ്പൊ ഇത്രയും മതി. അവർക്ക് മറ്റേ മൈക്കില്ലാത്തതിന്റെ പ്രശ്നം, എനിക്കിവിടെ മുടിഞ്ഞ ചൂടിന്റെ പ്രശ്നം, കറണ്ട് ഇല്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വീശ് കാണുമേ, ക്ഷമിക്കുക. അപ്പൊ എന്താണെങ്കിലും അവരങ്ങനെ ആ ഒരു, എനിക്ക് തോന്നുന്നു നമ്മുടെ കിച്ചുവിന്റെ കൂട്ടുകാരനാണ്, അവനുമായിട്ട് സുധിച്ചേട്ടന്റെ വീട്ടിലേക്ക് ഫ്ലവേഴ്സ് വെച്ചു കൊടുത്ത ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു പയ്യന്റെ അനിയനുണ്ടല്ലോ, സുധിച്ചേട്ടന്റെ ഇളയ മകൻ, രേണു സുധിക്കും സുധിച്ചേട്ടനും ഉണ്ടായ ഒരു മകൻ,
അവനുമായിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻസും അതിൻ്റെ ഇടയ്ക്ക് ആ പയ്യൻ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ്. ലിറ്ററലി അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആ പയ്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനത് കാണിക്കില്ല, ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം, നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. എന്തോ നീ തപ്പുന്ന അച്ഛന്റെ എന്തോ ട്രോഫി പാട്ട് പാടിയിട്ടു 10,000 ട്രോഫികളുണ്ടോ? ഓഹോ, ഫുഡ് കഴിച്ചോ? ഇത്രയും മതി. ആ പയ്യൻ കാണിക്കുന്ന ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ കിച്ചുവിൻ്റെ ചാനലിൽ പോയി നിങ്ങൾക്കത് നോക്കാം. ആ പയ്യൻ കാണിക്കുന്നത് കട്ടിലിനടിയിൽ രേണു സുധി അല്ലെങ്കിൽ ആ വീട്ടിലെ ആരോ സുധിയുടെ അവാർഡുകളൊക്കെ എടുത്ത് കട്ടിലിനടിയിൽ തട്ടിയിരിക്കുന്നു. നല്ലൊരു കലാകാരനായിരുന്നു, മിമിക്രി കലാകാരനാണ്. പുള്ളിക്ക് കിട്ടിയ അവാർഡുകളൊക്കെ കട്ടിലിനടിയിലും ഇപ്പോഴത്തെ താരറാണിയുടെ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, താരറാണിയുടെ അവാർഡുകളൊക്കെ മേശപ്പുറത്തും ഇരിക്കുന്നതാണ് ആ പയ്യൻ കാണിക്കുന്നത്. റേണുവിനോടാണ്, റേണു നിനക്ക് നല്ല അവാർഡുകളൊക്കെ കിട്ടുന്നു, ഓക്കെ, എടുത്ത് തട്ടുമ്പുറത്ത് വെച്ചോ, പക്ഷേ കൂട്ടത്തിൽ ആൾക്കാർക്ക് അവിടെ വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ആ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ 1-2 കൂടെ അവിടെയൊക്കെ വെക്കാം രേണു, അതിലൊന്നും ഒരു തെറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുള്ളി ഉള്ളത് കൊണ്ടാണ് നീ ഇന്ന് എന്തെങ്കിലുമൊക്കെ, പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്, അല്ലാതെ അഭിനയ കഴിവ് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റമായി പോവും. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകളുണ്ട്. പിന്നെ ഞാൻ ആ വീട് അകമൊന്നും കാണിക്കുന്നില്ല. ആ വീടിൻ്റെ അകത്ത് ഈ പയ്യൻ ഇങ്ങനെ അവരുടെ റൂമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് റൂമിനകത്ത് വേറെ ആരൊക്കെയൊക്കെയോ കിടപ്പുണ്ട്, ആരാണെന്ന് നമുക്കറിയില്ല. വേണമെങ്കിൽ ഒരു ഫോട്ടോയൊക്കെ ഞാനിവിടെ കാണിക്കാം. പിന്നെ ആ ഒരു വീട് തീരെ വൃത്തിയില്ലാത്ത രീതിയിലാണ്. ഒരു പുതിയ വീടാണ്, ഇച്ചിരി പഴക്കം ചേർന്ന ഒരു 5 അല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ വീടൊന്നും ഇത്ര പെട്ടെന്നൊന്നും ഇങ്ങനെ അഴുക്കാവത്തില്ല. ഒരു 5-10 വർഷമൊക്കെ ആവുന്ന ഒരു വീടൊക്കെ ചിലപ്പം അഴുക്കൊക്കെ ആവാതെ ആരും ശ്രദ്ധിക്കാതൊക്കെ കിടക്കും. പക്ഷെ ഒരു പുതിയ വീട് അത് ഇത്രയും മൈൻഡ് ചെയ്യാതെ ഇത്രയും വൃത്തിഹീനമായി ഇടുന്നതിൻ്റെ കാര്യമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഒരുപാട് പേര് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അത് പറയുന്നുണ്ട്. കൂടാതെ ഇപ്പം ആ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. രേണുവിന് ബിസി ഷെഡ്യൂൾസ് ആയിരിക്കാം, തിരക്കായിരിക്കാം, വീട് നോക്കണ്ട. ആ വീട്ടിൽ കുറേ ആളുകൾ വന്ന് കയറി കിടപ്പുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഇച്ചിരി വൃത്തിയാക്കിക്കൂടെ? അതോ ഇനിയും ആരെങ്കിലുമൊക്കെ തന്ന വീടായതുകൊണ്ട് വലിയ മൈൻഡൊന്നും ഇല്ലാത്തതാണോ? എന്താണെങ്കിലും അതിൻ്റെ കമൻറ്റ് ബോക്സ് 2-3 കമൻറ്റ്സ്, അത് കഴിഞ്ഞിട്ട് രേണു സുധിയുടെ ഇന്നത്തെ മെയിൻ വിശേഷം പറയാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കമൻറ്റ് ഇതാണ്: ഈ വീട് സത്യത്തിൽ ആർക്ക് താമസിക്കാനാണ് പണിത് കൊടുത്തത്? ഇത്തിൽ കണ്ണികളെ പോലെ കുറെ ഉണ്ടല്ലോ ആ വീട്ടിൽ നിൽക്കേണ്ട ആള് പുറത്തും. മോനെ കിച്ചു, അവസാനം ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആകരുത്. മകനെ കിച്ചു, എനിക്ക് നിന്നോട് പറയാനുള്ള, നീ നിന്റെ പഠിത്തവുമായി ബന്ധപ്പെട്ടാണ് മാറി നിൽക്കുന്നത്, നിന്റെ ഇഷ്ടമാണത്, പക്ഷെ അവസാനം ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആവരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലമാണ്, കുറെ എണ്ണം അവിടെ കിടപ്പുണ്ട്, ആരൊക്കെയാണോ അത്. പിന്നെ ആ വീടൊന്ന് വേണ്ട, ഞാൻ ആ ഫോട്ടോ ഇവിടെ കാണിച്ചല്ലോ നിങ്ങൾ, അതിനകത്ത് ഏതോ ഒരു ചേട്ടനൊക്കെ, ആരാണോ അത്? ഇത്രയും നല്ല വീട് അതിൻ്റെ അത് ഈ കോലത്തിലാക്കി ഒരു വൃത്തിയും വെടുപ്പുമില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു വൃത്തിയും വെടുപ്പില്ലാതെയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ആ വീഡിയോക്കകത്ത് വീഡിയോക്കകത്ത് കൊച്ചു പിള്ളേരൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്, നമുക്കത് കാണിക്കാൻ പാടില്ല. എനിക്ക് രേണുവിനോട് ചെറിയ ഇഷ്ടക്കുറവ് തോന്നിയതിന് ആ വീടിൻ്റെ കോലം പുതിയ വീടല്ലേ, കുറച്ച് വൃത്തിയായി ഇട്ടുകൂടെ? രേണു തിരക്കല്ലേ, വീട്ടിനകത്തുള്ളവർ ചെയ്താൽ മതി. അത് സ്വന്തം വീട്ടിൽ അതിഥിയെ പോലെ മോൻ ഇരിക്കുന്ന പോലെ തോന്നി. ആ വീട്ടിൽ അവരുടെ ഫാമിലി കയ്യേറിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കും അതങ്ങനെ തോന്നി കേട്ടോ. സീരിയസ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് പറയാമല്ലോ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അച്ഛൻ്റെ ട്രോഫി കട്ടിലിനടിയിലും അമ്മയുടെ ട്രോഫി ഹാളിൻ്റെ ടേബിളിൻ്റെ പുറത്തും. സത്യം ഞാൻ പറഞ്ഞില്ലേ, ആ വീഡിയോ കണ്ട ആളുകൾക്ക്, ആ വീഡിയോ അടിയിൽ വന്ന കമൻറ്റുകളാണിത്. എനിക്കും അത് കണ്ടപ്പോൾ ഞാനും ആലോചിച്ചത് എന്ത് ഇങ്ങനെ പുള്ളിയുടെ എല്ലാം കൂടി എടുത്ത് മറ്റേ പൊടി അടിച്ച് താറ്റ കട്ടിലടിയിൽ. രേണു സുധിയുടെ ടോപ്പ് ദ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡൊക്കെ രേണുവിൻ്റെ ഇഷ്ടം ആയിക്കോ, കൂട്ടത്തിൽ പുള്ളിയുടെ ഒന്ന് വെക്കാം, ഒരെണ്ണമെങ്കിലും, അത്രേ പറയുന്നുള്ളൂ. ഒരു അഭിപ്രായമാണ്, അഭിപ്രായം പറയുന്നതിന് തെറ്റില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായം, അത് കണ്ടപ്പോൾ അത്രയും അങ്ങോട്ട് വെടിപ്പായിട്ട് തോന്നിയില്ല നമുക്ക്. എന്താണെങ്കിലും ഇന്നത്തെ രാവിലത്തെ രേണുവിൻ്റെ ഒരു ചെറിയ പരിപാടിയുണ്ട്. രേണു ഇന്ന് നമ്മുടെ വെണ്ണല വന്ന് ചാടിയിട്ടുണ്ട് എറണാകുളത്ത്. ഒരു പുതിയ എന്തോ സിനിമയുടെയോ എന്തിൻ്റെ ഒരു പൂജയുമായി ബന്ധപ്പെട്ട് ചെറിയ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. എന്തായാലും ഇതൊന്ന് കണ്ടോ, മീഡിയക്കാരെ കൊണ്ട് വളഞ്ഞിരിക്കുവായിരുന്നു രേണു. അതിൻ്റെ ഇടയ്ക്ക് രേണു പറയുന്നൊരു ഡയലോഗൊക്കെ ഉണ്ട്. പിന്നെ ഈ അലൻ ജോസ് പെരേരയുടെ കൂടെ നടക്കുന്ന ഒരുത്തനുണ്ട്, എന്താ അഭിലാഷ് അട്ടയോ, എനിക്ക് തോന്നുന്നു അലൻ ജോസ് ഓടിച്ചോ ഇവരെ, അവനെ പൊട്ടനാക്കി നടക്കുമായിരുന്നു ഇവൻ കുറെ കാലം. ഇപ്പോഴത്തെ രേണു സുധിയുടെ കയറി ഒട്ടാൻ വന്നിട്ടുണ്ട്. എന്താണ്, കുറെ നാൾ ആറാട്ടണ്ണന്റെ കൂടെ ആയിരുന്നു,
അപ്പോൾ അത് ഇങ്ങോട്ട് വന്ന് ചാടുന്നതൊക്കെ കാണുന്നുണ്ട്. എന്താണെന്ന് പിടികിട്ടുന്നില്ല. എന്തായാലും ഇതൊന്ന് കേട്ടോ നിങ്ങൾ. ഒരു ഓൺലൈൻ മീഡിയക്കാരൻ അവിടെ നിന്ന് ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്, ഒന്ന് കേട്ടോണേ. വെണ്ണലയിലേക്ക് സ്വാഗതം. എനിക്ക് ലഗേജ് ഉണ്ട്. ലഗേജ് എടുക്കണോ? വൈശാലിയോ? വൈശാലി അല്ല, ഒരു ബാഗ് കൂടെ ഉണ്ട്. ചെത്ത് ലുക്കൊക്കെ ആയിട്ടുണ്ട്. വൈശാലിയാ? വൈശാലി എന്ന് തന്നെയാണോ പറഞ്ഞത്, വേറെ വല്ലതും ആണോ? നമുക്കറിയത്തില്ല. ഓക്കെ, വാട്ടവർ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് രേണു ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടാ, ലഗേജ് ഒക്കെ ഉണ്ട്. പിന്നെ ലഗേജ് ഒക്കെ കാണത്തില്ലേ, ഒരാള് സ്വന്തം വീട്ടിൽ നിന്ന് ഷൂട്ടിനെങ്ങാണ്ടൊക്കെ പോകുന്നതല്ലേ, അപ്പൊ എന്തായാലും ലഗേജ് ഒക്കെ കാണുമല്ലോ. ആരെങ്കിലും വന്ന് എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? പക്ഷെ എടുക്കാൻ ആളുണ്ട്. മറ്റേ അഭിലാഷ് അട്ടയും ചാടി വീണേക്കോ. ചേച്ചി എടുക്കണോ? ചേച്ചി എടുക്കടാ മോനെ, നീ എടുക്ക്. വേറൊരു വീഡിയോ ഒക്കെ കണ്ടു, ഇവനെടുത്ത് തല വെച്ചോണ്ട് നടക്കുന്നതൊക്കെ. ഞാൻ എല്ലാം കൂടെ ഒന്നും കാണിക്കുന്നില്ല, വെറുപ്പിക്കട്ടാന്ന് വിചാരിച്ചിട്ടാ നിങ്ങളെ. കാരണം ഈ അലൻ ജോസിനെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പൊ അവന്റെ കൂടെ നടക്കുന്നവനെ നിങ്ങൾക്ക് എന്തായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നേരെ രേണുവിന്റെ അടുക്കല. ഇവനൊന്നും വേറെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മൾ അതിനകത്തൊന്നും പറയാൻ നമുക്ക്, അത് നമ്മൾ പറയുന്നത് ശരിയല്ല അഭിപ്രായം. പക്ഷെ രേണുവിന്റെ ഈ ഒരു സ്വഭാവമൊക്കെ, രേണു കൂട്ടിന് 2 പേരെ വിളിക്ക്, രേണു കാശ് കൊടുത്ത് ബാഗൊക്കെ എടുക്കാനായിട്ട്. അവിടെ ഇരിക്കുന്ന ഓൺലൈൻ മീഡിയക്കാരെടുത്ത് തരുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ല, ഇതുപോലുള്ള ക്രിമികൾ കാണും ചിലപ്പോൾ എവിടെ ചെന്നാലും. അവന്മാരൊക്കെ ചിലപ്പോൾ എടുത്ത് സഹായിക്കും കേട്ടോ. അല്ലാതെ വേറെ ആരും നിന്റെ ഒന്നും എടുക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ വെച്ചേക്കാം വേറൊരു വീഡിയോ. അമ്പലത്തിന് നിൽക്കുമ്പോൾ മണി അടിക്കുമ്പോൾ ഇറങ്ങി ഓടുന്ന രേണു ഒന്ന് കൈകൂപ്പിയൊന്ന് പ്രാർത്ഥിച്ചെന്നും പറഞ്ഞൊന്നും പോകത്തില്ല. നിങ്ങൾ പള്ളി മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ കർത്താവേ എന്നൊരു വിളിക്കും രേണു. അതിനകത്ത് അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ എൻ്റെ ഒരു ഇതങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. രേണുവിൻ്റെ ഇഷ്ടം അമ്പലത്തിൽ മണി അടിക്കുമ്പോൾ ഇറങ്ങി ഓടാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെ ചെയ്യുക, രേണുവിൻ്റെ ഇഷ്ടമാണല്ലോ അത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ ഒരു കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി. ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് തന്നെ ഞാൻ ആ കമൻറ്റ് ബോക്സിലും കണ്ടു. അതുകൊണ്ട് ഒന്ന് റിയാക്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ, പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.